ഹിസ്ബുള്ളയുടെ നിരായുധീകരണ നടപടികൾ നിരീക്ഷിക്കാൻ ബ്രിട്ടൻ, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രയേലും ലെബനനും ധാരണയിലെത്തി. 4 രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നിരീക്ഷണത്തിന് സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കും. US മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് അന്തിമ ധാരണയായത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഹിസ്ബുള്ളയുടെ നിരായുധീകരണ നടപടികൾ നിരീക്ഷിക്കാനാണല്ലോ ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തീർച്ചയായും ഹിസ്ബുള്ളയുടെ നിരായുധീകരണം നേരത്തെ നമുക്കറിയാവുന്നതാണ്. മാർച്ച് മാസം മുതൽ തന്നെ, ഈ 2026 മാർച്ച് മാസം മുതൽ തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകളും നിരായുധീകരണ ധാരണകളും പല ചെറിയ കാലഘട്ടത്തിലും ദീർഘകാലഘട്ടത്തിലൊക്കെയുള്ള നിരായുധീകരണ ധാരണകളും വെടിനിർത്തൽ ധാരണകളെല്ലാം തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2026 ഇത് സംബന്ധിച്ച് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിച്ചല്ലാതെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള ലെബനനിലെ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാട് കൃത്യമായി ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പിന്മാറ്റം, ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ഉറപ്പാക്കി ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ലെബനനിൽ നിന്നും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം എന്ന രീതിയിൽ UKയുടെയും ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അതുപോലെ ഇന്തോനേഷ്യയുടെയും ഈ 4 രാജ്യങ്ങളുടെയും സഹകരണത്തോടെ ഒരു ധാരണയിലെത്താൻ നിരായുധീകരണ നിരീക്ഷണം സംബന്ധിച്ച് സൈനികരെ വിന്യസിച്ച്, അതത് രാജ്യങ്ങളുടെ സൈനികരെ വിന്യസിച്ച് നിരായുധീകരണം സംബന്ധിച്ച നിരീക്ഷണം നടത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ധാരണയിൽ ഇസ്രയേലും ലെബനനും എത്തിയിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങളുടെയും സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുന്നതിനുള്ളൊരു സന്നദ്ധതയാണ് ഇസ്രയേലും ലെബനനും അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് തുടർ ചർച്ചകൾ, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ധാരണയിലെത്തുന്നത്. തുടർ ചർച്ചകളുടെയും അതുപോലെ തന്നെ ധാരണയിലെത്തി അത് യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ചും US-ഉമായുള്ള ഒരു അന്തിമ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതോടുകൂടി ഇറാൻ പിന്തുണയോടെ പശ്ചിമേഷ്യയിലെ, പ്രത്യേകിച്ചും ലെബനനിലെ എല്ലാം തന്നെ ആ ഒരു സ്വതന്ത്രമായ അല്ലെങ്കിൽ ഒരു സമാധാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിവെക്കുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയും പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിലേക്ക് മറ്റൊരു ചുവടുവെപ്പ് കൂടിയായി ഇതിനെ മാറ്റുകയും ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. സ്വാഭാവികമായും അമേരിക്ക അക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ നിരീക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള സൈനിക സംവിധാനങ്ങളെ വിന്യസിക്കുന്നതിന് 4 രാജ്യങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ബ്രിട്ടനും ഇറ്റലിയും സ്വിറ്റ്സർലൻഡും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെയും സൈന്യങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും തയ്യാറായിരിക്കുന്നതെന്നാണ് ഏറ്റവും നിർണായകമായൊരു സംഭവവികാസമായി ഇതിൽ കാണാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഹിസ്ബുള്ളയുടെ നിരായുധീകരണ നടപടികൾ നിരീക്ഷിക്കാൻ ബ്രിട്ടൻ, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലും ലെബനനും ധാരണയിലെത്തി എന്നുള്ള രാജ്യാന്തര വാർത്തയാണ് ഐസൺ ജോസ് പങ്കുവെക്കുന്നത്.